ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അല്ലു അർജുൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അറ്റ്ലി സംവിധാനം ചെയ്യുന്ന AA22 അല്ലു അർജുൻ്റെ 22ാമത്തെ സിനിമ വൻ ബഡ്ജറ്റിലൊക്കെയാണ് ഒരുങ്ങുന്നത്. ഏകദേശം ഒരു 600-700 കോടിയോളം സിനിമയ്ക്ക് ബഡ്ജറ്റ് വരും എന്നാണ് പറയുന്നത്. സിനിമയിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ല, ചെറിയൊരു റൂമർ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഒരു വൻ ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയൊക്കെ തന്നെയാണ്. സിനിമയിൽ ഒരു ഹോളിവുഡ് ആക്ടറും കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് സിനിമയിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് ഒരു ഹോളിവുഡ് ആക്ടറായിരിക്കും. വരുന്ന അപ്ഡേറ്റ് എല്ലാം പറയുന്നത് നമ്മുടെ വിൽ സ്മിത്ത് സിനിമയിൽ വില്ലനായിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അറ്റ്ലിയെല്ലാം വിൽ സ്മിത്തുമായിട്ട് ചർച്ചയെല്ലാം നടത്തിയെന്നാണ് പറയുന്നത്. വിൽ സ്മിത്ത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഹിന്ദിയിൽ ടൈഗർ ഷ്രോഫ് നായകനായ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ 2 സിനിമയിലാണ്. കുറച്ച് നാളായി പടമൊക്കെ ഇറങ്ങിയിട്ട് പടം പൊട്ടി പാളിസായി. അതുകൊണ്ട് വിൽ സ്മിത്ത് വന്നെന്നും പറഞ്ഞ് അത്ര വലിയ പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മുടെ ലാലേട്ടൻ വീണ്ടും പോലീസ് ഓഫീസറായിട്ട് വരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ L365 സിനിമ സംവിധാനം ചെയ്യുന്നത് ഓസ്റ്റിൻ ദാസ് തോമസ് ആണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ താടി വടിക്കാറായി എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് വേഷമല്ലേ, അതെന്തായാലും താടി പറ്റില്ല. അപ്പോൾ അതെല്ലാം കളയാറായി. പക്ഷേ പുള്ളിയെ പഴയ ലുക്കിലാണെങ്കിൽ കുഴപ്പമില്ല, അത് നല്ല ഗ്ലാമറൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ സുരേഷ് ഗോപി ചിത്രം JSK സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കോടതി ഉത്തരവ് പ്രകാരം സിനിമയുടെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സിനിമയുടെ നിലവിലെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് കേരള എന്നാണ്. അതിന് പകരം ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് കേരള എന്നാക്കാൻ പോവുകയാണ്. മുന്നേ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് പത്മാവതി എന്ന സിനിമയ്ക്കായിരുന്നു. പത്മാവതി സിനിമയുടെ പേര് മാറ്റി പത്മാവത് എന്നാക്കി ഒരക്ഷരത്ത് മാറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരു അക്ഷരം കൂടി KT എന്നൊരു ചെറിയൊരു തിരുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, സിനിമ ഉടൻ തന്നെ റിലീസിനെത്തുന്നതായിരിക്കും. RDX എന്ന സിനിമയ്ക്ക് ശേഷം സോഫിയ പോൾ നിർമ്മിച്ച സിനിമയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സിനിമ തിയേറ്ററിലൊക്കെ ഒരു ആവറേജ് വിജയം മാത്രം നേടിയിട്ടുള്ളായിരുന്നു. സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം മേടിച്ചത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇപ്പോൾ ഇത് സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുന്ന ജൂലൈ മാസം 11-ാം തീയതി ആയിരിക്കും നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ ഇറങ്ങാൻ പോകുന്നത്.